കൂട്ടുകാരെ, ഏതായാലും ഇന്നത്തെ ദിവസം കൂടി നമ്മൾ പറഞ്ഞു വിടുക അല്ലേ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നു. രാവിലത്തെ കഥകളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ രാവിലെ റവ പുട്ടും കടലയുമായിരുന്നല്ലോ. അതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു, അവരുമായിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. ചക്ക അവിയലും പുളിശ്ശേരിയുമായിരുന്നു, മാമ്പഴ പുളിശ്ശേരി. ചക്ക അവിയലും മാമ്പഴ പുളിശ്ശേരിയുമായിരുന്നു. മാമ്പഴ പുളിശ്ശേരി, ചക്ക അവിയലും. മാമ്പഴ പുളിശ്ശേരി സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പർ മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി മാങ്ങാടിയോടുകൂടി തന്നെ മാമ്പഴ പുളിശ്ശേരി സൂപ്പറായിരുന്നു. ചക്ക അവിയൽ. അത് കഴിഞ്ഞ് 4 മണിക്ക് മാഷ് പോയി വട വാങ്ങിച്ചുകൊണ്ട് വന്നു. വടയൊക്കെ കഴിച്ചു, ഇഞ്ചി ചായ ഇട്ട് കുടിച്ചു. അതിന് ശേഷം നമ്മൾ ഇന്ന് ഞാനൊരു അടിപൊളി പായ്ക്ക് എൻ്റെ മുഖത്തിട്ടു. നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ അതിൽ? അപ്പോൾ അതിനിടെ പറയാമല്ലേ, വൈകിട്ടത്തെ കാര്യം വരുന്നേ ഉള്ളൂ. വൈകിട്ട് കഞ്ഞി അടുപ്പത്തിരിക്കുന്നു. എന്താ, കുക്കറിൽ കഞ്ഞി അടുപ്പത്തിരിക്കുന്നു, അപ്പുറത്തെ അടുപ്പിൽ കൂട്ടാനിരിക്കുന്നു. ആയി. പിന്നെ അടിപൊളി പായ്ക്കെന്ന് പറഞ്ഞാൽ പായ്ക്ക് കാര്യമായിട്ടുള്ള വലിയ പായ്ക്കൊന്നും അല്ല കേട്ടോ. പക്ഷേ ഒരു തക്കാളി, ഒറ്റ തക്കാളി, അതിനെ 2ആയിട്ട് മുറിക്കുക. 2ആയിട്ട് മുറിച്ച് ആദ്യം നമ്മൾ കുറച്ച് പശുവും പാലെടുത്തിട്ട് മുഖം നല്ലോണം തുടച്ചെടുത്തു. പശുവും പാലെടുത്തിട്ട് മുഖം നന്നായിട്ട് തുടച്ചു. പഞ്ഞിയായാലും മതി കേട്ടോ. പക്ഷെ ഞാൻ തിരിശ്ശീലത്തുള്ളി എടുത്താണ് നന്നായിട്ട് പുരട്ടി തുടച്ചെടുത്തപ്പോൾ തന്നെ മുഖത്തിന് നല്ല ഗ്ലേസിങ് ആയിരുന്നു. അപ്പോൾ പാല് കൊണ്ട് ആദ്യം ഒന്ന് 2 തുള്ളി മതി. അതിന് ശേഷം നമ്മൾ ഒരു തക്കാളി എടുത്ത് 2ആയിട്ട് മുറിച്ചു. ഈ ഒറ്റ തക്കാളിയിലെ കാര്യം. ആ ഒരു മുറിയിലേക്ക് നമ്മൾ ഒരല്പം പഞ്ചസാര, അത് ഒരുപാട് തരിയുള്ള പഞ്ചസാരയല്ല. ഒരുപാട് തരിയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് മിക്സി പൊടിക്കണം. ഇത് വലിയ തരി ഇല്ലാത്ത പഞ്ചസാരയാണ്. അപ്പോൾ അതിലേക്കൊന്ന് ഒന്ന് മുക്കി, ആ തക്കാളിയെ അതിലേക്കൊന്ന് മുക്കിയിട്ട് നമ്മൾ മുഖത്ത് നല്ലോണം സ്ക്രബ് ചെയ്തു. പഞ്ചസാരയും മുക്കിയ തക്കാളി നന്നായിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്തു. സ്ക്രബ് ചെയ്തിട്ട് അത് നന്നായിട്ട് തുടച്ചു മാറ്റണം. നന്നായിട്ട് തുടച്ചു മാറ്റണം. നന്നായിട്ട് തുടച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ നിങ്ങളോട് അതിനെ നമ്മൾ വെരി ഗുഡ് ബ്ലെൻഡ് ചെയ്യണം. ആദ്യം ഒന്നുകൂടെ പറയാം. തക്കാളി എടുക്കുക, അതിനെ 2ആയിട്ട് മുറിക്കുക. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം പാലിൽ മുഖം നീറ്റാക്കി, അതിനുശേഷം തുടച്ചു കളഞ്ഞതിന് ശേഷം ഈ തക്കാളി പഞ്ചസാരയും മുക്കി. ഇനി നമ്മളതിനെന്താ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പെടലിക്ക് കൂടെ കൊടുക്കണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാണേ പോലും ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഞാൻ എപ്പോഴും പെടലി മുകളിലോട്ടാക്കിയല്ലോ ചുളിവ് കൂടും. പ്രായമായവരിങ്ങനെ തന്നെ ഇത് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? ഇനി ഇത് തുടയ്ക്കണം. ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട.
തുടച്ചിട്ട് നമ്മൾ 2 മുറിയല്ലേ, ഇതാ 2 മുറിയല്ലേ, 1 മുറി നമ്മളെടുത്തു. ഇനി അടുത്ത മുറി. ഈ അടുത്ത മുറി നമ്മൾ ഒരല്പം തൈര്, അല്പം കാപ്പിപ്പൊടി, അല്പം തൈരും അല്പം കാപ്പിപ്പൊടി. തൈരും എളുപ്പമാകട്ടോ, ഒരല്പം കാപ്പിപ്പൊടി. ഈ തൈരിൻ്റെ മുകളിലായിട്ട് ഈ കാപ്പിപ്പൊടിയും കൂടി ഇടണം. വേറെ ഒന്നുമില്ല, കഴിഞ്ഞു. എന്തിനാ ഒരുപാട് നേരം ഒന്നും വേണ്ട. ഇതാ ഇന്ന് രാവിലെ കൈ ഒന്ന് മുറിഞ്ഞു. കുറേ ദിവസമായി. ഈ ചൂടൊക്കെ അല്ലേ നമ്മൾ ഫേസിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാം. ഈ വൈകിട്ട് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്താൽ അത് അതുപോലെ ഇരിക്കും. വൈകിട്ടാണ് ചെയ്യുന്നെങ്കിൽ അത് അതുപോലെ ഇരിക്കും. എന്താ ഇത്രയേ ഉള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യുക ഒന്നും വേണ്ട, മുഖം കഴുകിക്കളയാം. എന്താ 5 മിനിറ്റ് പോലും ഇല്ല, ഒരു 3 മിനിറ്റ്. എന്താ അപ്പോൾ ഒരു തക്കാളി കൊണ്ട് ഒരടിപൊളി പായ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കണ്ടോ, ഒരു തക്കാളി കൊണ്ട് ടീച്ചർ കഴുകി ഇതാക്കി ഒരു തക്കാളി കൊണ്ട് ഞാൻ ബാക്കിയുള്ള തക്കാളി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. എങ്ങനെയുണ്ട്?
കൊള്ളാമോ? നന്നായിട്ടില്ലേ? ഒരു തക്കാളിയുടെ പകുതി ഞാനങ്ങ് വെച്ചുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവച്ചു. ഒരു തക്കാളിയുടെ പകുതിയേ എടുത്തുള്ളൂ. എത്ര മനോഹരമായിരിക്കുന്നു മുഖം, നിങ്ങൾ നോക്കൂ. ഒരു നേരവും വേണ്ട ഇതിന്. അങ്ങനെ നമ്മൾ പാർലറിൽ പോയി മണിക്കൂറുകളോളം കടന്ന്, അല്ലെങ്കിൽ വീട്ടിൽ കുറേ നേരം ഇട്ടുകൊണ്ട് കടന്ന് ഒന്നും വേണ്ട. അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഫേഷ്യലാണിത്. എളുപ്പമായി അല്ലേ? വെരി ഗുഡ് അല്ലേ? ഇത് കഴിഞ്ഞ് ഇനി തൈര്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഈ ഫേഷ്യൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? only 3 മിനിറ്റ്, only 3 minutes. ഇനി കഞ്ഞിയുടെ ഇതാ മാഷ്വെള്ളം. കഞ്ഞിയൊക്കെ ആയി. ഇതാ കഞ്ഞിയൊക്കെ ആയി. ഇപ്പത്തെ അവിയൽ ചൂടാക്കി വെച്ചു. പുളിശ്ശേരി ഞാൻ നിങ്ങളെ കാണിച്ചു. അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇനി മേല് കഴുകി വെച്ച് വന്നിട്ട് ഇതൊക്കെ കഴിക്കും, മരുന്ന് കഴിക്കും, കിടന്നോളും. ഇതാണ് ഇന്നത്തെ സംഭവങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞാൻ ഒന്നുകൂടെ മുഖം ഒന്ന് കഴുകട്ടെ. ഈ കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം മുഖം കഴുകണം കേട്ടോ. ഒരു 3 മിനിറ്റിനുള്ളിൽ സംഭവം ക്ലീനായി കിട്ടും. എത്ര സമയം എടുത്തു? അരി അടുപ്പത്തിട്ട് വെച്ച് ഇവിടെ നിന്നിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾക്കിതിന് പ്രത്യേക സമയമോ പ്രത്യേക സാധനങ്ങളോ ഒന്നും വേണ്ട. ഒരു തക്കാളിയുടെ പകുതി മതി നമ്മുടെ ഫേസിനെ നല്ല നിറം ആക്കാൻ. ഇഷ്ടമായോ? മണിക്കൂറുകൾ വേണ്ട, വെറും മിനിറ്റ് മാത്രം. ഇന്നൊരു ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ അല്ലേ?